ആരൊക്കെ വന്നിട്ടും ഇളക്കാൻ പറ്റിയില്ല. പ്രീ സെയിലിലൂടെ പണം വാരിയ ചിത്രങ്ങളുടെ അപ്ഡേറ്റ് ആണ് ഇന്നത്തെ വീഡിയോയിൽ. അപ്ഡേറ്റിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. 2024 മലയാള സിനിമയെ സംബന്ധിച്ചിടത്തോളം ഒരു ചാകരയാണ്. ബോക്സ് ഓഫീസിലെ മഹാവിജയങ്ങൾക്കൊപ്പം എക്കാലത്തെയും പോലെ കഥ കൊണ്ടും മേക്കിംഗ് മികവുകൊണ്ടും രാജ്യമാകെ മലയാള സിനിമ തിളങ്ങി നിൽക്കുകയാണ്. ഇതുവരെ റിലീസ് ചെയ്ത സിനിമകളിൽ മികച്ച പ്രീസെയിൽ ബിസിനസ് സ്വന്തമാക്കിയ ചിത്രങ്ങളുടെ പട്ടികയാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. ഒന്നാം സ്ഥാനത്ത് ഉള്ളത് മോഹൻലാൽ ലിജോ ജോസ് ടീമിന്റെ മലൈക്കോട്ടെ വാലിബനാണ്. റിലീസിന് മുമ്പ് തന്നെ വമ്പൻ ഹൈപ്പ് കാരണം മോഹൻലാൽ ചിത്രം പ്രീസെയിലിലൂടെ മാത്രം നേടിയത് 3.8 കോടി രൂപയാണ്. ആദ്യ ദിന കളക്ഷനിലും ചിത്രം പണം വാരിക്കൂട്ടി. എന്നാൽ നെഗറ്റീവ് റിവ്യൂകൾ ബാധിച്ചതോടെ പിന്നീട് ചിത്രത്തിന് കുതിക്കാനായില്ല. രണ്ടാം സ്ഥാനത്തുള്ളത് പൃഥ്വിരാജ് ബ്ലസ്സി കൂട്ടുകെട്ടിലുള്ള ആടുജീവിതമാണ്. 3.5 കോടി രൂപയാണ് പ്രീസെയിലിലൂടെ മാത്രം ഈ സിനിമ നേടിയത്. ബ്ലസ്സി സംവിധാനം ചെയ്ത ചിത്രം ആഗോളതലത്തിൽ 150 കോടി ക്ലബിൽ ഇടം നേടുകയും ഇപ്പോഴും പ്രദർശനം തുടരുകയും ചെയ്യുന്ന ചിത്രമാണ്. $1.90 കോടിയുമായി മൂന്നാം സ്ഥാനത്ത് ആവേശമാണ്. ഫഹദ് ഫാസിലും സംവിധായകൻ ജിത്തു മാധവനും ഒന്നിച്ച ചിത്രം 150 കോടി ക്ലബിലും ഇടം നേടിയിരുന്നു. ആമസോൺ പ്രൈമിലൂടെ ചിത്രം OTTയിലും എത്തി. നാലാം സ്ഥാനത്ത് വിനീത് ശ്രീനിവാസന്റെ വർഷങ്ങൾക്ക് ശേഷമാണ്. 1.43 കോടിയാണ് സിനിമയുടെ പ്രീസെയിൽ കളക്ഷൻ. 1.32 കോടിയുമായി മഞ്ഞുമൽ ബോയ്സും അഞ്ചാം സ്ഥാനത്തുമുണ്ട്. പൃഥ്വിരാജ് സുകുമാരൻ, ബേസിൽ ജോസഫ് എന്നിവർ ഒരുമിച്ച ഗുരുവായൂർ അമ്പലനടയിലാണ് 1.25 കോടിയുമായി ആറാം സ്ഥാനത്തുള്ളത്. മമ്മൂട്ടിയും അർജുൻ അശോകനും ഒന്നിച്ച ഭ്രമയുഗമാണ് ഏഴാം സ്ഥാനത്ത്. 1.2 കോടിയാണ് ചിത്രത്തിന്റെ പ്രീസെയിൽ കളക്ഷൻ. സിനിമാ ലോകത്തെ പുത്തൻ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. നന്ദി.